മധ്യവർഗക്കാർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് ആം ആദ്മി പാർട്ടിയും പ്രചാരണം ഒഴിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇത്തരം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്തേക്ക് നേരിട്ടെത്തിയാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ സാധാരണക്കാരന്റെ ഇടയിലേക്ക് ക്രിക്കറ്റ് ഇതിഹാസം വോട്ട് ചോദിച്ചെത്തുന്നുവെന്ന അറിയിപ്പ് വളരെ നേരത്തെ തന്നെ ജനം തടിച്ചുകൂടിയിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ കൊടികളേന്തിയും തോരണങ്ങൾ അണിഞ്ഞും അവർ അക്ഷമരായി കാത്തിരുന്നു. അധികം വൈകിയില്ല. കൃഷ്ണനഗർ മണ്ഡലത്തിലെ ജഗത്പുരിയിലേക്ക് ഹർഭജൻ സിംഗ് കടന്നെത്തുന്നു. ആളുകളെ കയ്യിലെടുത്ത് നഗരത്തെ ഇളക്കി മറിച്ചുള്ള പ്രചാരണം. हमें तो आम आदमी पार्टी अच्छा लगता है भाई, क्योंकि इन्होंने बिजली मुफ्त कर दिया, हम लोगों को किराया मुफ्त, हम लोग अपने माई के रिश्तेदार नहीं जा पाते थे जगह अब जा सकते. സിറ്റിംഗ് MLA SK ബഗ്ഗയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ച് പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭാ MP കൂടെയായ ജനപ്രിയ ബോളർ കൈവെള്ളയിലെ 3 വിരലുകൾ കൊണ്ടുള്ള ദൂസരയിൽ മൈതാനത്ത് മായാജാലം തീർത്ത സ്പിന്നർക്ക് തിരഞ്ഞെടുപ്പ് കളത്തിൽ ആളുകളെ കയ്യിലെടുക്കാനും അറിയാം. बहुत बढ़िया है, यहाँ पे आके अच्छा लग रहा है और उम्मीद करते हैं कि ये सारे बग्गा जी को वोट भी देने पहुँचेंगे और बग्गा जी को भारी बहुमत से जिताएंगे भी. इलेक्शन देखिए जब होते हैं तो ऑब्वियसली पूरा माहौल बना रहता है और आप कह रहे हैं कि कौन जीतेगा कौन हारेगा, जो पार्टी बेस्ट काम करते आ रही है वो जीतेगी. പ്രതിയോഗികളെ കടന്നാക്രമിക്കുന്ന പ്രസംഗമില്ല. ജനങ്ങൾക്കറിയാം കേജ്രിവാളിനെ. വോട്ട് ചെയ്യൂ എന്ന് അഭ്യർത്ഥിച്ച് പുഞ്ചിരിയോടെ കൈ ഉയർത്തി വീശി ആരവങ്ങളോടെയും ആഘോഷങ്ങളോടെയും ജനം ഒപ്പം ചേർന്നു. सारी पब्लिक का तो देखते नहीं है कितनी पब्लिक घूम रही है हमारे साथ, इसके साथ ही घूम रही है, कोई किसके नाम नहीं है, कुछ नहीं और जीतेगा यही. ലൗഡ് സ്പീക്കറുകളിൽ ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടിയുടെ ജനപ്രിയ പദ്ധതികളും ഗ്യാരണ്ടികളും. മധ്യവർഗത്തെ ലക്ഷ്യമിട്ട് പരമാവധി വോട്ട് നേടാനുള്ള ശ്രമത്തിൽ റാലികളിലും റോഡ് ഷോകളിലും ഒക്കെ വലിയ ജനപങ്കാളിത്തവുമായി പൊതുമധ്യത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് കേജ്രിവാളും സംഘവുമാണ്. ഡൽഹിയിൽ നിന്ന് സ്റ്റീഫൻ മാത്യുവിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.